نحمدك يا من أوضحت لنا سبل الهداية، والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا نحن نزلنا الذكر وإنا له لحافظون. വേദിയിൽ ഉപവിഷ്ടരായ മഹൽ വ്യക്തിത്വങ്ങളെ, അന്താരാഷ്ട്ര ഖുർആൻ സമ്മേളനത്തിന്റെ ഉദ്ഘാടന ദിവസത്തിലെ പ്രൗഢമായ ഈ സദസ്സിൽ അണിനിരന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹപ്രവർത്തകരെ, വളരെ വൈജ്ഞാനിക പ്രാധാന്യമുള്ള വിഷയങ്ങളിലൂടെയാണ് തികച്ചും സമയബന്ധിതമായി മുന്നോട്ടു പോകുന്ന ഈ സമ്മേളനം നിലവിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വിജ്ഞാന സമ്പാദനവും കൂടിയാണ് എന്ന് മനസ്സിലാക്കി ഈ നഗരിയിൽ ഒരുക്കിയിട്ടുള്ള സൗകര്യങ്ങൾ പൂർണ്ണമായും ഉപയോഗിക്കുകയാണ് നമ്മൾ വേണ്ടത്. ആരെങ്കിലും അപൂർവമായി അശ്രദ്ധരായി നഗരിയുടെ പുറത്തുണ്ടെങ്കിൽ അവരുടെ സജീവ ശ്രദ്ധയിലേക്കാണ് ഞാനിത് സൂചിപ്പിക്കുന്നത്. മലക്കുകളുടെ സാന്നിധ്യമുള്ള, അള്ളാഹുവിന്റെ നോട്ടമുള്ള സദസ്സിൽ കണ്ണും കാതും കൂർപ്പിച്ച് ഇരിക്കാനുള്ള അവസരം ഭംഗിയായി ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കുക. വിശുദ്ധ ഖുർആൻ അജയ്യം അന്യോന്യം എന്ന വളരെ ശ്രദ്ധേയമായ ഒരു വിഷയത്തെയാണ് ഏതാനും സമയം ഈ വേദിയിൽ ചർച്ചയ്ക്ക് വിധേയമാകേണ്ടത്. ലോകത്തെ കോടിക്കണക്കിന് മനുഷ്യർക്കിടയിൽ ഖുർആനിനോട് വ്യത്യസ്തമായ ചിന്തകളും സമീപനങ്ങളും നിലനിൽക്കുന്നുണ്ട്. മുസ്ലിം ആചാരക്രമങ്ങളിൽ പാരായണം ചെയ്യപ്പെടുന്ന ആത്മീയ സദസ്സുകൾക്ക് ആവേശം പകരുന്ന കേവലം ഒരു പ്രാർത്ഥനാ മന്ത്രങ്ങളുടെ ഗ്രന്ഥമായി അതിനെ മനസ്സിലാക്കുന്നവരുണ്ട്. മുസ്ലിം എന്ന നിലയ്ക്ക് ആവേശത്തോടുകൂടെ ഖുർആനിനെ സ്വീകരിക്കുകയും എന്നാൽ അതിന്റെ ആത്മാവറിയാതെ അത് ദൈവികമാണ് എന്ന് പൂർണ്ണമായി ബോധ്യപ്പെടാതെ അത് ദൈവികമാണ് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. 6-ാം നൂറ്റാണ്ടിലെ അറബികളുടെ പശ്ചാത്തലത്തിൽ നിരക്ഷരനായ ഒരു മനുഷ്യനിലൂടെ ലോകം കേട്ട വേദഗ്രന്ഥം, അതിന് മോഡേൺ സയൻസിന്റെ യുഗത്തിൽ പ്രത്യേകിച്ച് സ്ഥാനങ്ങളൊന്നുമില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അന്വേഷണങ്ങളുടെയും ഗവേഷണങ്ങളുടെയും പാതയിൽ മുന്നോട്ടുപോയ ആധുനിക മനുഷ്യന്റെ ജീവൽ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ കഴിയാത്ത, തികച്ചും അറേബ്യൻ പശ്ചാത്തലത്തിലെ വംശീയതയെ ലോകത്ത് പ്രൊമോട്ട് ചെയ്ത, ലോകത്ത് പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുന്ന ബോംബിന്റെയും ലോകത്തെ ആത്മഹത്യാ സ്ക്വാഡുകളുടെയും കാരണമാണ് വിശുദ്ധ ഖുർആൻ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ വളരെ പച്ചയായി, വളരെ ആത്മാർത്ഥമായി, തുറന്ന മനസ്സോടുകൂടെ, തുറന്ന ഹൃദയത്തോടുകൂടെ ഇതിനെ കാതോർക്കുന്ന ആർക്കും ബോധ്യപ്പെടുന്ന ഒരു മഹായാഥാർത്ഥ്യം, 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഖറാ ഗുഹയിൽ ധ്യാന നിമഗ്നനായിരുന്ന ലോകാനുഗ്രഹിയായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ 600 ചിറകുകളുള്ള മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നെത്തുകയും അദ്ദേഹത്തിന്റെ കാതിലൂടെ, അദ്ദേഹത്തിന്റെ ചുണ്ടിലൂടെ ലോകം കേൾക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ സന്ദേശങ്ങൾ ഈ മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൈമാറുകയും ചെയ്തു എന്നത് വളരെ കൃത്യമായി ചരിത്രപരമായി തെളിയിക്കാവുന്ന, ആശയപരമായി സമർത്ഥിക്കാവുന്ന ഒരു വിഷയമാണ്. വിശുദ്ധ ഖുർആനിന്റെ ദൈവികതയെയും അതിന്റെ പ്രാമാണികതയെയും ചോദ്യം ചെയ്യാൻ വേണ്ടി നിലവിൽ ലോകലാത്ത രംഗത്തും അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളും അവരുടെ വിദ്യാഭ്യാസ യോഗ്യതകളും ഒക്കെ ഒരു ഭാഗത്ത് എടുത്തുവെക്കുകയും എന്നിട്ട് മറുഭാഗത്ത് ആരിലൂടെയാണ് ഈ വേദഗ്രന്ഥം ലോകം കേട്ടത് എന്ന് ആലോചിക്കുകയും ചെയ്യുമ്പോൾ ഓരോരുത്തരും അത്ഭുതത്തോടുകൂടെ ആ ഗ്രന്ഥത്തിന്റെ മുന്നിൽ വിനയപൂർവ്വം തലതാഴ്ത്തുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടായിരിക്കുക. ആകാശത്തെ അത്ഭുതങ്ങളെ തന്റെ പേഴ്സണൽ കമ്പ്യൂട്ടറിന്റെ മോണിറ്ററിൽ കൊണ്ടുവന്ന് പഠന വിധേയമാക്കി തന്റെ കമ്പ്യൂട്ടറിന്റെ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ ആ കാഴ്ചകൾ അന്തരീക്ഷത്തിലേക്ക് മറയുന്ന അത്യത്ഭുതങ്ങൾ സൃഷ്ടിച്ച ഗവേഷകൻ മുതൽക്ക് ഉജ്ജ്വലമായ സാഹിത്യന്ധര ഗ്രന്ഥ മുതൽ വിശുദ്ധ 1400 കൊല്ലമായി പഠനവും ഗവേഷണവും അന്വേഷണവും നടത്തിയിട്ട്
ഖുർആനിന്റെ ഒരു വരിക്കോ ഒരക്ഷരത്തിനോ ഖുർആനിന്റെ ഒരു വചനത്തിനോ അതിന്റെ ഒരു ഹർക്കത്തിനോ തെറ്റ് കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ മനുഷ്യരെ, ഈ സദസ്സിലിരുന്ന് എന്നെ കേൾക്കുന്നവരെ, വ്യത്യസ്ത ചാനലുകളിലൂടെ അവരുടെ വീട്ടിലിരുന്ന് ശ്രദ്ധിക്കുന്നവരെ, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ ആരിലൂടെയാണ് ഈ ഗ്രന്ഥം ലോകം കേട്ടത് എന്ന്? താൻ ജനിക്കും മുമ്പേ തന്റെ പ്രിയപ്പെട്ട പിതാവിനെ നഷ്ടപ്പെട്ട് തനിക്ക് 6 വയസ്സാകുമ്പോൾ തന്റെ മാതാവിനെ നഷ്ടപ്പെട്ടൊരു കുഞ്ഞുണ്ടായിരുന്നു. മുഹമ്മദ് എന്ന പേരിൽ അറിയപ്പെട്ട അൽ അമീൻ എന്ന് വിളിക്കപ്പെട്ട ഒരു ഓമനപുത്രൻ. 6-ാം വയസ്സിൽ തന്റെ മാതാവ് തന്റെ മടിയിൽ കിടന്നു മരിക്കുമ്പോൾ ഒരു 2-ാം ക്ലാസ്സുകാരന്റെ മടിയിൽ കിടന്നു മരിക്കുന്ന ഉമ്മയെക്കുറിച്ച ബോധമായിരുന്നു യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുക. നോക്കൂ നിങ്ങൾ, നിരക്ഷരനായ പ്രവാചകന് സ്വന്തം പേര് പോലും എഴുതാൻ അറിയില്ലായിരുന്നു. സ്വന്തം പേര് പോലും എഴുതാൻ അറിയാത്ത ആ പ്രവാചകനിലൂടെ ലോകം ശ്രദ്ധിച്ചൊരു വേദഗ്രന്ഥം, അതിനെ പക്ഷേ എതിർക്കാൻ വേണ്ടി ഞാൻ ഈ സംസാരിക്കുന്ന മണിക്കൂറുകളിൽ പോലും ലോകത്തെ വ്യത്യസ്ത കേന്ദ്രങ്ങളിൽ ഗവേഷണ പടുക്കളായ അന്വേഷണത്തിന്റെ ഉന്നതമായ വിധാനങ്ങളിലേക്ക് പോകാവുന്നവർ ശ്രമിച്ചിട്ടും എന്റെ മുന്നിലൂടെ സഞ്ചരിക്കുന്ന ഇതേപോലത്തെ മെഗാപിക്സൽ കപ്പാസിറ്റിയുള്ള ക്യാമറകൾ കൊണ്ട് ലോകത്ത് രക്തം പൊടിയാത്ത യുദ്ധങ്ങളിലൂടെ മീഡിയകൾ ശ്രമിച്ചിട്ടും ഇപ്പോൾ വേണമെങ്കിൽ ഞാൻ നിലനിൽക്കുന്ന ഈ അന്തരീക്ഷത്തിൽ ചില വയറുകൾ കണക്ട് ചെയ്ത് നിങ്ങളുടെ മുന്നിൽ ഒരു സ്ക്രീൻ തെളിയിച്ചാൽ ഇസ്ലാം വിമർശനത്തിന്റെ കെട്ടുകണക്കിന് പരിഹാസങ്ങളുടെയും പ്രകോപനങ്ങളുടെയും പ്രതിരോധങ്ങളുടെയും രംഗങ്ങൾ സൃഷ്ടിച്ചിട്ടും 2 സ്ക്രീൻ തെളിയിച്ചാൽ ഇസ്ലാം വിമർശന ജീവിതായോധന മാർഗങ്ങളിൽ മാത്രം ജീവിതം ചെലവിടുന്ന മുസ്ലിങ്ങളെ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഒരുപക്ഷേ എന്റെ വരികൾക്കൊപ്പം ആവേശപൂർവ്വം വരികയും ഖുർആൻ എന്ന ഗ്രന്ഥത്തിന്റെ തണലിൽ ജീവിക്കുകയും ചെയ്തിട്ട് ആ തണലിൽ ജീവിച്ചതിന്റെ ആത്മാഭിമാനത്തിന്റെ ഉൾക്കരുത്തുമായി എന്നെ കേൾക്കുന്നവരെ ആലോചിക്കുക. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് പോർ വിമാനങ്ങൾ കൊണ്ട് ശ്രമിച്ചിട്ടും അധിനിവേശങ്ങൾ കൊണ്ട് ശ്രമിച്ചിട്ടും വെട്ടിത്താഴയിടാൻ ശ്രമിച്ചിട്ടും ആശയപരമായി ആക്രമിച്ചിട്ടും ഖുർആൻ എന്ന മഹാഗ്രന്ഥത്തെ ലോകത്തിന്റെ മുന്നിൽ അത് ജ്വലിച്ചു നിൽക്കുന്നത് മുസ്ലിം ഭരണാധികാരികളുടെ ബാർ എക്വിപ്മെന്റ്സിന്റെ പശ്ചാത്തലത്തിലാണോ? അല്ലെങ്കിൽ എഴുത്തുകാരുടെ കഴിവുകൊണ്ടാണോ? മുസ്ലിം ഗവേഷകരുടെ കരുത്തുകൊണ്ടാണോ? ലോകത്തെ കോടിക്കണക്കിന് മുസ്ലിങ്ങളുടെ മസിൽ പവർ കൊണ്ടാണോ? അല്ല 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 എന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് 5 കാര്യങ്ങൾ സമർത്ഥിക്കാൻ ഈ വേദി ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. എന്റെ സമർത്ഥനത്തിന്റെ പോയിന്റ് ഖുർആൻ ദൈവികമാണ്, തികച്ചും ദൈവികമാണ്. ആരാണോ മനുഷ്യന്റെ കണ്ണിനെ പടച്ചതാരാണോ, കാതിനെ പടച്ചതാരാണോ, കിഡ്നിയെ പടച്ചത് ആരാണോ, ആ സഖയെയും പടച്ചതാരാണോ, ആ ശക്തിയാണ് ആകാശങ്ങളിൽ നിന്ന് ഈ വേദഗ്രന്ഥത്തെ ആ മഹാപ്രവാചകന്റെ കടന്നെത്തി സമർത്ഥിക്കാനാണ് ഈ സന്ദർഭം ഉപയോഗിക്കുന്നത്. 5 പോയിന്റുകളിൽ എന്റെ ഒന്നാമത്തെ പോയിന്റ്, ലോകത്ത് വേദഗ്രന്ഥങ്ങളായും ദർശനങ്ങളായും പ്രത്യയശാസ്ത്രങ്ങളായും മനുഷ്യനെ അത്ഭുതപ്പെടുത്തിയ മഹാഗ്രന്ഥങ്ങളായും അത് എഴുതപ്പെട്ടതിന്റെ ശേഷം മാർക്കറ്റിലെത്തിയതിന്റെ ശേഷം ലക്ഷക്കണക്കിന് കോപ്പികൾ മിനിറ്റുകൾ കൊണ്ട് മണിക്കൂറുകൾ കൊണ്ട് വിൽക്കപ്പെട്ട പുസ്തകങ്ങളായും നിരവധി ഗ്രന്ഥങ്ങളുണ്ട്. പക്ഷേ ഒരൊറ്റ ഗ്രന്ഥത്തിനും അവകാശവാദം ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് തീർത്തും അതിന്റെ അവസാന നിമിഷം വരെ അതിൽ കലർപ്പുകളില്ലാതെ സംരക്ഷിക്കപ്പെടുമെന്നോ അത് ദൈവികമാണെന്നോ വിശുദ്ധ ഖുർആൻ അതിന്റെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ 15-ാമത്തെ അധ്യായം സൂറത്ത് ഹിജ്റിന്റെ 9 പറയുന്നു, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ. നാം ഈ ഗ്രന്ഥത്തെ അവതരിപ്പിച്ചത് നാം തൻ ലോകരുടെ രക്ഷിതാവിങ്കൽ നിന്ന് മനുഷ്യനെ പരിവർത്തിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയ മഹാവേദഗ്രന്ഥമാണ്. തൻസീലുൽ അസീസുർ റഹീം, ഉന്നതനും പ്രതാപിയുമായ റബ്ബിന്റേതാണിത്. മുസ്ലിങ്ങൾ വ്യത്യസ്ത കക്ഷികളായി ലോകത്തെമ്പാടും ചിതറിക്കിടന്നിട്ടും നോക്കൂ നിങ്ങൾ, മുസ്ലിങ്ങളെല്ലാവരും ഉപയോഗിക്കുന്ന ഖുർആനിന്റെ ടെക്സ്റ്റ് ഒന്നു മാത്രമാണ്. ലോകത്ത് ക്രൈസ്തവ സഭകൾ ഏറെയുണ്ട്. വത്തിക്കാൻ സിറ്റിയിൽ നിന്ന് ഭരണം നിയന്ത്രിക്കപ്പെടുന്ന ലോകത്തെ ക്രൈസ്തവ സഭകൾ മുതൽക്ക് ന്യൂനപക്ഷമായ നിരവധി ക്രൈസ്തവ സഭകളുണ്ട്. സഭകൾക്കനുസരിച്ചും അവരുടെ കമ്മിറ്റികൾക്കനുസരിച്ചും സുനഹദോസുകൾക്കനുസരിച്ചും പരിഷ്കരിക്കപ്പെട്ട പതിപ്പുകളിലൂടെ ബൈബിൾ ലോകത്ത് നിലനിൽക്കുമ്പോഴും ഒരൊറ്റ
ഗ്രന്ഥമായി വിശുദ്ധ ഖുർആൻ ലോകത്ത് നിലനിൽക്കുകയാണ്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? ഇന്ന് DTP സൗകര്യങ്ങളുണ്ട്, ഇന്ന് പ്രിന്റിംഗ് മെഷീനറികളുണ്ട്, ഇന്ന് പ്രൂഫ് റീഡിങ്ങിന് മനുഷ്യന്റെ കണ്ണുകൊണ്ട് അവൻ നോക്കി പേന കൊണ്ട് അടയാളപ്പെടുത്തുന്നത് മുതൽക്ക് യന്ത്ര സംവിധാനങ്ങൾ വരെയുണ്ട്, സ്പെൽ ചെക്കുകളുണ്ട്. ഞാൻ ടൈപ്പ് ചെയ്ത സ്പെല്ലിംഗ് അത് തെറ്റാണോ എന്ന് പരിശോധിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. എനിക്ക് വേർഡുകൾ തെരഞ്ഞെടുക്കാനുള്ള സൗകര്യമുണ്ട്. ഞാൻ വാട്ട് എന്ന് ടൈപ്പ് ചെയ്താൽ WHAT എന്നത് മുതൽക്ക് എനിക്ക് സെലക്ട് ചെയ്യാവുന്ന സെക്ഷനുകൾ, സജഷനുകൾ തരാവുന്ന സൗകര്യങ്ങളുണ്ട്, എല്ലാമുണ്ട്. എന്നിട്ടും മനുഷ്യൻ ഇറക്കുന്ന പുസ്തകങ്ങളിൽ, പത്രങ്ങളിൽ അക്ഷരത്തെറ്റുകളും ആശയത്തെറ്റുകളും വാചകത്തെറ്റുകളും കടത്തപ്പെടുമ്പോൾ കടലാസ് ഉണ്ടായിരുന്നില്ല. നിങ്ങളുടെ കയ്യിലെ 3 രൂപയുടെ പേനയുണ്ടായിരുന്നില്ല. എല്ലിലും തോലിലും കല്ലിലും അത് രേഖപ്പെടുത്തി, അല്ലേ? എന്നിട്ട് അത് കേവലം എഴുത്തായി, അത് ചെറിയ ലഘുകൃതികളായി, ഒരു ചെറിയ തെറ്റുപോലുമില്ലാതെ കൈയെഴുത്തു പ്രതികളായി നൂറ്റാണ്ടുകളിലൂടെ അത് കൈമാറ്റം ചെയ്യപ്പെട്ടു. വിശുദ്ധ ഖുർആനിന്റെ ഒന്നാമത്തെ കൈയെഴുത്തു പ്രതി അതിൽ നിന്ന് വീണ്ടും വീണ്ടും പകർത്തി എഴുതേണ്ടി വന്നു. പ്രൂഫ് ചെക്ക് ചെയ്യാനും അതേപോലെ തന്നെ DTP സൗകര്യങ്ങളും പ്രിന്റിംഗ് സംവിധാനങ്ങളും മെയിലിംഗ് സംവിധാനങ്ങളും എല്ലാമുള്ള ലോകത്ത് മനുഷ്യരെ നമ്മളിറക്കുന്ന പുസ്തകങ്ങളിൽ എത്രയോ തെറ്റുകൾ കാണുമ്പോൾ എന്തുകൊണ്ട് തെറ്റ് കാണുന്നില്ല എന്ന ചോദ്യത്തിന്റെ ഉത്തരം, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ, നാമാണ് ഈ വേദഗ്രന്ഥത്തെ ഇറക്കിയത്, വ ഇന്നാ ലഹു ലഹാഫിളൂൻ, അത് നാം തന്നെ സംരക്ഷിക്കും. ലോകപ്രസിദ്ധമായ പ്രിന്ററുകളിൽ നിന്ന് വിശുദ്ധ ഖുർആൻ ഇറക്കിയ അതേ പ്രസ്സുകളിൽ നിന്ന് വേറെയും പുസ്തകങ്ങൾ വന്നിട്ടില്ലേ? ആ പുസ്തകങ്ങളിൽ തെറ്റ് കാണുന്നു, ഇവിടെ തെറ്റ് കാണുന്നില്ല. ഖുർആനിന്റെ ഏതെങ്കിലും ഒരു ഹർക്കത്ത് മാറിപ്പോയാൽ ആ അടുത്ത നിമിഷത്തിൽ അത് റിപ്പോർട്ട് ചെയ്യപ്പെടാനും അത് കൈകാര്യം ചെയ്യപ്പെടാനുമുള്ള അത്ഭുതകരമായ സംവിധാനങ്ങൾ യഥാർത്ഥത്തിൽ നിലവിലുണ്ട്. നോക്കൂ നിങ്ങൾ, കയ്യെഴുത്ത് പ്രതികളുടെ കാര്യം തന്നെ എടുത്താൽ ഇതര വേദഗ്രന്ഥങ്ങളുടേത്, ആ വേദഗ്രന്ഥങ്ങൾക്ക് പൂർണ്ണമായും അതിന്റെ ആദ്യകൾ ഇല്ലാത്തതും. ബൈബിളിനെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തുവിന്റെ ഭാഷയിലെ ബൈബിൾ ലോകത്തിന് നിലനിൽക്കുന്നില്ല. ആ ഭാഷയും ഇന്ന് നിലനിൽക്കുന്നില്ല. പ്രതിയാണോ എന്നതിൽ പോലും സംശയങ്ങൾ നിലനിൽക്കുന്നു. ഹൈന്ദവ വേദഗ്രന്ഥങ്ങളായി നിലനിൽക്കുന്ന ചെയ്തു വെച്ച 5 കാര്യങ്ങളാണ് എന്റെ ഒന്നാമത്തെ പോയിന്റിൽ എനിക്കിനി പറയാനുള്ളത്. ഞാൻ പറയുന്ന 5 കാര്യങ്ങളിലേക്ക് ഒന്നാമത്തെ പോയിന്റിലെ 5 കാര്യങ്ങൾ എന്താ? ഖുർആനിന്റെ സംരക്ഷണത്തിന് വേണ്ടി പടച്ചവൻ ചെയ്തു വെച്ച കാര്യങ്ങൾ. 1, കോടിക്കണക്കിന് മനുഷ്യരുടെ ഓർമ്മയിൽ ഒരിക്കലും മരിക്കാത്ത വികാരമായി, ആവേശമായി ഇത് നിലനിൽക്കുന്നു. ഈ പന്തലിൽ നിന്ന് നമ്മുടെ മൈക്രോഫോണുകൾ വഴി ആയത്തുകൾ വന്നപ്പോൾ എത്ര നമ്മളുടെ ഹൃദയം കുളിർത്തി നമ്മൾ ആ വചനങ്ങൾ കേട്ടുകൊണ്ടിരുന്നു. ഖുർആൻ വചനങ്ങളിലൂടെയുള്ള ഈ യാത്രകൾ നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. ഖുർആൻ പദ്യമല്ല, പക്ഷേ അതിനൊരു പദ്യത്തിന്റെ ഈണമുണ്ട്. ഖുർആൻ ഗദ്യമല്ല, പക്ഷേ അതിനൊരു ഗദ്യത്തിന്റെ ഗാംഭീര്യതയുണ്ട്. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ജോഗ്രഫിയോ ഫിസിക്സോ ഒക്കെ പഠിച്ചാൽ അതൊരു പക്ഷേ വല്ലാതെ ഓർത്തു വെച്ചോളണമെന്നില്ല. പക്ഷേ 7ാം ക്ലാസ്സൊന്നും 8ാം ക്ലാസ്സൊന്നും പഠിച്ച ഇംഗ്ലീഷ് പോയവും അതേപോലെ തന്നെ അറബി ഗാനവും മലയാള ഗാനവുമൊക്കെ നമ്മൾ ഓർത്തുവെക്കുന്നു. എന്താ? ഗാനങ്ങൾ ഓർത്തുവെക്കാനും ഈണങ്ങൾ പെട്ടെന്ന് ഫീഡ് ചെയ്യാനുമുള്ള ഒരു വല്ലാത്ത ടെൻഡൻസി നമ്മുടെ ബ്രെയിനിനുണ്ട്. ആ രീതിയിൽ ഓർമ്മകളിൽ സൂക്ഷിക്കാവുന്ന രീതിയിലുള്ള ഒരു സംവിധാനം യഥാർത്ഥത്തിൽ ഈ രംഗത്ത് സൃഷ്ടിക്കപ്പെട്ടു എന്നതാണ് സത്യം. ഇനി മാത്രമല്ല, വിശുദ്ധ ഖുർആനിന്റെ മുഴുവൻ കോപ്പികളും കത്തിച്ച് നശിപ്പിച്ചാലും അടുത്ത നിമിഷങ്ങളിൽ ലോകത്തെ ലക്ഷക്കണക്കിന് ഹാഫിളുകളിൽ നിന്ന് ആ ഖുർആനിനെ നമുക്ക് രണ്ടാമത് പുറത്തെടുക്കാൻ കഴിയും. ഈ സദസ്സിലുള്ള ഹാഫിളുകൾ കൈവക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞ് സാവകാശം കൊടുത്താൽ ഒരുപാട് ആളുകൾ കൈവക്കും. പ്രിയപ്പെട്ടവരെ, ഒരുപാട് ആളുകൾ കൈവക്കും. പ്രീ പ്ലാനഡായി ആരെങ്കിലും കൊണ്ടുവന്നിരുത്തിയതല്ല. ആയിരക്കണക്കിന് മനുഷ്യരുടെ ഹൃദയത്തിൽ ഇതുണ്ട്. മതമായിട്ടോ മതമല്ലാതെയോ ലോകത്ത് ലക്ഷങ്ങൾ തലയിലേറ്റുന്ന, മസ്തിഷ്കത്തിലേറ്റുന്ന, ഉറക്കിലും ഉണർച്ചയിലുമൊക്കെ അവരെ തട്ടി വിളിച്ച്
ചോദിച്ചാലും ലഭിക്കുന്ന ഏക വേദഗ്രന്ഥം വിശുദ്ധ ഖുർആൻ മാത്രമാണ്. കാരണം എന്താണ്? 150 കോടിയിലധികം പ്രൊഡ്യൂസ് ചെയ്യാൻ ലോകത്ത് സംവിധാനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന് നമുക്ക് പറയാൻ പറ്റും. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടന, അതിന്റെ എല്ലാ കോപ്പികളും അടുത്ത നിമിഷം നശിപ്പിക്കപ്പെട്ടാൽ റീപ്രൊഡ്യൂസ് ചെയ്യാൻ സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, ഒരു രാജ്യത്തിന്റെ ഭരണകൂടം, ഒരു രാജ്യത്തെ പോലീസ് ആ റോട്ടിലിറങ്ങി ബൈക്കിന് കൈ കാണിച്ച് ആ ബൈക്കിന് പോലും ബ്ലോക്കായി പോകുന്ന പ്രതിമെന്ന് ഈ സമ്മേളനത്തിൽ നിന്ന് ആഹ്വാനം ചെയ്തു എന്നല്ല അതിന്റെ അർത്ഥം. നേരെ മറിച്ച് ലോകത്തെ മുഴുവൻ ഖുർആൻ പ്രതികളും നശിപ്പിക്കപ്പെട്ടാലും തൊട്ടടുത്ത നിമിഷത്തിൽ അത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ലോകത്തെ മെഡിക്കൽ സയൻസുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങൾ മുഴുവൻ ഒരു നിമിഷം ചുട്ടരിച്ചു എന്ന് വിചാരിക്കുക. നമുക്ക് അടുത്ത പ്രഭാതത്തിൽ ഒരു ഡോക്ടറെ, ഒരു പുതിയ ഡോക്ടറെ സൃഷ്ടിക്കാൻ സാധ്യമല്ല. ഒരു നഴ്സിനും ഇഞ്ചക്ഷന്റെ മരുന്നെടുക്കാൻ കഴിയില്ല. എന്താ കാരണം? വിജ്ഞാനങ്ങൾ മുഴുവൻ നശിപ്പിക്കപ്പെട്ടു. ലോകത്തെ മെഡിക്കൽ സയൻസിലെ ഈ വിജ്ഞാനീയങ്ങൾ മുഴുവൻ എല്ലാം കൂടി ഒരാളുടെ തലയിൽ സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടില്ല. ഞാൻ സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. രണ്ടാമത്തെ വഴി ഓതിപ്പഠിപ്പിച്ചു എന്നതാണ്. ഓതിപ്പഠിപ്പിച്ച ലോകത്തെ ഏക വേദഗ്രന്ഥം വൻസൽനാ ഇലൈക ദിക്ർ ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം. നബിയെ, അങ്ങേക്ക് ഈ ഗ്രന്ഥത്തെ ഇറക്കി തന്നത് ലോകത്തിന് അങ്ങേത് ഓതിപ്പഠിപ്പിക്കാൻ വേണ്ടി തന്നെയാണ്. മണൽ വിരിച്ച മദീന പള്ളിയിലെ അലങ്കാരങ്ങളില്ലാത്ത ആ പള്ളിയിലിരുന്ന് ചമ്പ്രം പടിഞ്ഞിരുന്ന് 40-50 വയസ്സെത്തിയ മനുഷ്യരാണ് പഠിച്ചത്. എന്റെ സംസാരം കേൾക്കുന്നവരോർക്കുക, 40 വയസ്സ് ും 50 വയസ്സും 60 വയസ്സും അടിയുറച്ച് നിൽക്കട്ടെ കർത്താവായ പടച്ചതമ്പുരാൻ പാലിക്കുകയായിരുന്നു. അങ്ങനെ ഘട്ടം ഘട്ടമായി അവതരിപ്പിച്ചത് തന്നെ എന്താ? നിന്റെ ഹൃദയത്തിൽ അത് അടിയുറച്ച് നിൽക്കാൻ വേണ്ടിയാണ് എന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി പറയുന്നുണ്ട്. ബില്ലിഗ്രാം എന്ന് പറയുന്ന ഓറിയന്റലിസ്റ്റ് ഇസ്ലാം വിമർശകൻ അദ്ദേഹം പറഞ്ഞു, മതഗ്രന്ഥമായിട്ടോ മതമല്ലാത്ത ഗ്രന്ഥമായിട്ടോ ലോകത്തേറ്റവും കൂടുതൽ ആളുകൾ ഹൃദയസ്ഥമാക്കിയത് വിശുദ്ധ ഖുർആനാണ് എന്ന്. ഇനി നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആനിന്റെ കാര്യത്തിലെ മൂന്നാമത്തെ വിഷയം അതിന്റെ തജ്വീദാണ്. ഖുർആൻ വാമൊഴിയായി വന്നതാണ്. ഖുർആനെ പ്രിന്റ് ചെയ്തിട്ട് പഠിത്തം കൊടുത്തേച്ചതല്ല, മറിച്ച് പറഞ്ഞതാണ്. ഞാനിവിടെ ഈ പറയുന്ന കാര്യം, ഇതേ കാര്യം ഞാൻ എഴുതുകയാണെങ്കിൽ ഈ ശൈലല്ലല്ലോ സുഹൃത്തുക്കൾ ഉണ്ടാവുക. വരമൊഴിയും വാമൊഴിയും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്. എങ്കിൽ വിശുദ്ധ ഖുർആനെന്ന വാമൊഴി നോക്കൂ നിങ്ങൾ. ഞാനിപ്പോ ഒരാളോട് പറയുന്നു, ഞാൻ വരട്ടെ എന്ന് ഞാൻ ഒരാളോട് പറഞ്ഞാൽ അത് പല രീതിയിലാകാം. ഞാൻ വരട്ടെ, എന്നിട്ട് നിനക്ക് എല്ലാ പ്രശ്നവും ഞാൻ ശരിയാക്കി തരാം. ഞാനൊന്ന് വരട്ടെ എന്ന് പറഞ്ഞാലോ വാമൊഴിയാണത്. ഞാനൊന്ന് വരട്ടെ എന്ന് പറഞ്ഞ ശൈലി മാറി. ഞാൻ വരട്ടെ നോക്ക് എന്ന് പറഞ്ഞാൽ അതും ശൈലി മാറി. വാമൊഴിയായി വന്ന വിശുദ്ധ ഖുർആൻ പക്ഷേ ലോകത്ത് ആരോധിയാലും ഒരേപോലെ മനസ്സിലാകുക. ഞാനൊന്ന് വരട്ടെ എന്ന് പറയുന്നതും ഞാനൊന്ന് വരട്ടെ എന്ന് പറയുന്നതും ഒക്കെ തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. പക്ഷേ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറഞ്ഞ ഒറ്റ സംഭവം. എന്താ കാരണം? അതതിന്റെ തജ്വീദ് നിയമങ്ങൾ, ഖുർആനിന്റെ സംരക്ഷണത്തിന്റെ മറ്റൊരു സ്റ്റെപ്പാണത്. നാലാമത്തെ കാര്യം തജ്വീദ് നിയമങ്ങൾ. എന്താ? എവിടെ നീട്ടണം, എവിടെ ചുരുക്കണം. വഖഫിന്റെ നിയമം ലോകത്ത് സൂര്യൻ ഉദിക്കുന്ന എല്ലാ നാട്ടിലും തുല്യാണ്. നിർത്തേണ്ട സ്ഥലം ഒന്നാണ്. എന്റെ ഹൈന്ദവ സുഹൃത്തുക്കളെ, ഇത് മുസ്ലിം ആചാരക്രമങ്ങളിൽ പാരായണം ചെയ്ത് അവർക്ക് ചിന്തയറിയാനുള്ള ഒന്നല്ലെന്നും ലോകത്തെ ഭരണകൂടത്തിനും ഭരണകർത്താവിനും പാവത്തിനും മുതലാളിക്കും തൊഴിലാളിക്കും എല്ലാവർക്കുമുള്ള ഹുദൻ ലിന്നാസ്, ജനങ്ങൾക്കുള്ള മഹാവേദഗ്രന്ഥമാണെന്നും ഉറക്കെ പറയാനുള്ള കാരണത. എവിടെ നിർത്തണം, എവിടെ നീട്ടണം, മദ്ദും സദ്ദും വഖഫും അടക്കം എല്ലാം ഏകീകരിക്കപ്പെട്ട
ആധാരത്തിന്റെ ഭാഷ എത്രവർക്ക് തിരിയും? കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് മുമ്പ് 80കളിൽ ഇറങ്ങിയ മലയാള മനോരമ പത്രം 1980 ഏപ്രിൽ 3 ഒരു മലയാള മനോരമ പത്രവും 2016 ഏപ്രിൽ 3 ഒരു മലയാള മനോരമ പത്രം എടുത്താൽ ഭാഷയിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ നമുക്ക് മനസ്സിലാകും. ഉദാഹരണങ്ങൾ സൂചിപ്പിക്കാനുള്ള ഒരു ടൈമിന്റെ പരിമിതി നമുക്ക് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് കൂടുതൽ വിഷയങ്ങളിലേക്ക് ഞാൻ പോകട്ടെ. എന്താ ഇവിടെ ഭാഷാപരമായ ഇത്തരം കാര്യങ്ങൾ പക്ഷേ ഖുർആനിന് ഒരിക്കൽ പോലും ബാധിച്ചിട്ടില്ല എന്ന് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിന്റെ ഭാഷ അത് ഏറ്റവും ആഴമുള്ള രീതിയിലുള്ള ഭാഷയാണ്. അതിന് വക്യമായ ശൈലിയുണ്ട്. ചുരുങ്ങിയ രീതിയിൽ കാര്യങ്ങൾ പറയാൻ സാധിക്കും. വാക്കുകളുടെ ആശയ ഗാംഭീര്യത്തെ അത് എടുത്തു കാണിക്കും. ഒരുപാട് ഗുണങ്ങൾ വിശുദ്ധ ഖുർആനിന്റെ ഭാഷയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ലോകത്തെ ഒരു മതവിഭാഗത്തിന്റെ വിശ്വാസപരമായ ഭാഷയാണ് ഹിബ്രു ഭാഷ. ഖുർആനിന്റെയും എത്രയോ വർഷങ്ങൾക്ക് മുമ്പുണ്ട്. പക്ഷേ അതിന്റെ ആദ്യത്തെ ഒരു ഡിക്ഷണറി ഉണ്ടാക്കപ്പെടുന്നത് ഖുർആനിന്റെയും എത്രയോ ശേഷമാണ്. എന്നാൽ മരിച്ചു മണ്ണടിഞ്ഞൊരു ഭാഷയെ ഒരു ദേശീയതയ്ക്കു വേണ്ടിയും ഒരു വംശീയതയ്ക്കു വേണ്ടിയും ഉയർത്തെഴുന്നേൽപ്പിക്കുകയും എന്നിട്ട് മതത്തെ വീണ്ടും റീഓർഗനൈസ് ചെയ്യപ്പെടുകയും ചെയ്തപ്പോഴായിരുന്നു ഇത്തരം കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഉണ്ടായത്. അതുകൊണ്ട് ഒന്നാമത്തെ പോയിന്റിൽ നിന്ന് ഞാൻ പോകുന്നു. വിശുദ്ധ ഖുർആൻ അതിശക്തമായി ചരിത്രത്തിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. രണ്ടാമത് ഖുർആൻ ദൈവികമാണ്. 600 ചിറകുകളുള്ള മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അദ്ദേഹം പ്രവാചക തിരുമേനിയുടെ അരികിൽ വന്നിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നത്, ലോകത്തെ കോടിക്കണക്കിന് മനുഷ്യർ വിശ്വസിക്കേണ്ടത്, അന്ന് ഉഹദിന്റെ മുകളിൽ നിന്ന് ഇന്ന് AK-47 റൈഫിളിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന അമ്പുകൾ വന്നപ്പോ നെഞ്ച് കാണിച്ചു കൊടുത്ത് അത് ഏറ്റെടുക്കാൻ കഴിഞ്ഞതും അവരുടെ തലച്ചോറിലേക്ക് തുളച്ചു കയറിയ അസ്ത്രം വലിച്ചൂരി അത് തിരിച്ചറിഞ്ഞ് ബ്രിച്ച് വീഴാൻ കഴിഞ്ഞതും ഈ ബോധ്യം കൊണ്ടായിരുന്നു. ഏത് ബോധ്യം? ഈ നിൽക്കുന്നത് ലോകത്തിന്റെ അനുഗ്രഹമായ മഹായോഗ്യാണെന്നും അദ്ദേഹത്തിന്റെ അരികിൽ അല്ലാഹുവിന്റെ മാലാഖ കടന്നു വന്നിട്ടുണ്ട് എന്നുമുള്ള മഹത്തായ മെസ്സേജ്, ആ സന്ദേശം അത് ഉൾക്കൊണ്ടതുകൊണ്ടാണ്. അത് ഉൾക്കൊണ്ടാൽ നമുക്കും പറ്റും അങ്ങനെയൊക്കെ ആകാൻ. അതിനുവേണ്ടി രണ്ടാമത്തെ കാര്യം ഞാൻ പറയുന്നു, ഖുർആനിൽ വൈരുദ്ധ്യങ്ങളില്ല. ഖുർആൻ ചോദിക്കുക, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദൂ ഫീ ഇഖ്തിലാഫൻ കസീറ. അവർ ഖുർആനിനെ കുറിച്ച് ആലോചിക്കുന്നില്ലേ? അത് അല്ലാഹുവിങ്കൽ നിന്നുള്ളത് അല്ലായിരുന്നുവെങ്കിൽ അവർക്കത് ധാരാളം വൈരുദ്ധ്യങ്ങൾ കാണാമായിരുന്നു. 23 വർഷങ്ങൾക്ക് ഇടയിൽ അവതരിപ്പിക്കപ്പെട്ട ഒരു വേദഗ്രന്ഥം, അതും പല സന്ദർഭങ്ങളിലായി അവതരിപ്പിക്കപ്പെട്ടൊരു വേദഗ്രന്ഥം, അതും ചില ചോദ്യങ്ങൾ പെട്ടെന്ന് ചോദിച്ച് ഉത്തരം പറയേണ്ടി വന്ന ഒരു വേദഗ്രന്ഥം അല്ലേ? നമ്മളോട് ചോദിക്കണേ പല ചോദ്യം, നമ്മളൊന്ന് ആലോചിക്കട്ടെ, ഒന്ന് ചിന്തിക്കട്ടെ, എന്നിട്ട് ഉത്തരം പറയാന്ന് പറയാം. എന്നാലോ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് ചോദിക്കണേ, യസ്അലൂനക അനിൽ ഖംരി, അവർ മദ്യത്തെ കുറിച്ച് നിന്നോട് ചോദിക്കുന്നു. ഞാനൊന്ന് പഠിച്ചിട്ട് പറയാന്നല്ല, അതിൽ ഗുണവുമുണ്ട്, അതിൽ ദോഷവുമുണ്ട്. അതിൽ ഗുണവുമുണ്ട്, അതിൽ ദോഷവുമുണ്ട് എന്ന് പ്രവാചകനോട് പെട്ടെന്ന് ചോദിച്ചൊരു ചോദ്യമാണ്. അല്ലാഹുവിന്റെ റസൂല് ലാബിൽ പോയി ആൽക്കഹോളിലെ ഘടകങ്ങളെ പഠന വിഷയമാക്കിയ ഒരാളല്ല. പഠന വിഷയമാക്കാൻ കഴിയില്ല. അറേബ്യയിൽ ലാബ് ഉണ്ടായിട്ടില്ല. മൈക്രോസ്കോപ്പ് എത്രയോ 1000 വർഷങ്ങൾക്ക് ശേഷം കണ്ടെത്തപ്പെട്ടൊരു കാര്യമാണ്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ച് നോക്കി, അത് ഗുണവുമുണ്ട് ദോഷവുമുണ്ട് എന്ന മറുപടി എന്തുകൊണ്ട് തെറ്റിയില്ല? ഒറ്റ കാരണമേ ഉള്ളൂ, ഇത് അല്ലാഹുവിങ്കൽ നിന്ന് വന്ന ഗ്രന്ഥമാണ്. വിശുദ്ധ ഖുർആൻ മറ്റൊരു പ്രയോഗം നമുക്ക് കാണാം. അലൂനിക്കാനി റൂഹ്, അവര് ആത്മാവിനെ കുറിച്ച് നിന്നോട് ചോദിക്കും. പ്രവാചകന്റെ ഖുർആൻ ക്ലാസ് മുടക്കാൻ വേണ്ടിയിട്ട് ചോദ്യ, എന്താണ് ആത്മാവ്? മറ്റേ മറുപടിയാ റൂഹു മിൻ അംരി റബ്ബി, അതെന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള കാര്യം, അത് പഠിച്ചോനെ അറിയുള്ളൂ. ഒരു പിഴവില്ലാത്ത ആൻസർ. നിങ്ങൾക്ക് ആത്മാവിന്റെ അർത്ഥം എന്താണെന്ന് റബ്ബിനല്ലാതെ ഏതെങ്കിലും ഗവേഷകന് ഗവേഷണം കൊണ്ട് തെളിയിക്കാൻ പറ്റിയിട്ടുണ്ടോ? ശാസ്ത്രം ശൂന്യാകാശ പേടകങ്ങളേറി പോകുന്ന കാലമെത്തിയിട്ടും ആത്മാവിന്റെ നിർവചനം പറയാൻ ഒരു ഗവേഷകനും സാധിച്ചിട്ടില്ല, സാധിക്കുകയില്ലെന്ന് ഉറക്കെ പറയാൻ വിശ്വാസികൾക്ക് പറ്റും. ഒരു റൂഹിന്റെ കാര്യം റബ്ബിന് മാത്രമേ അറിയുകയുള്ളൂ എന്നാണ്. എന്നാൽ നിങ്ങൾ നോക്കി, പ്രവാചക തിരുമേനി ദുന്യവിയായ കാര്യങ്ങൾ പറഞ്ഞപ്പോ അതിൽ ചിലപ്പോൾ ഖുർആനിലെ കാര്യങ്ങൾ പറഞ്ഞതുപോലെയല്ല. ഈത്തപ്പഴ കുലകൾ തമ്മിൽ ത്യാഗണം നടത്തുന്നത് കണ്ട് നബി ചോദിച്ചതൊക്കെ വേണോ? ഉടനെ അവരത് നിർത്തി ഇറങ്ങി. എന്നാൽ പരാഗണം കുറഞ്ഞപ്പോൾ, പരാഗണം ഇല്ലാതായപ്പോൾ, പഴങ്ങൾ കുറഞ്ഞപ്പോൾ റസൂലുള്ള പറഞ്ഞു, ഞാൻ പറയുന്ന ദീനീ കാര്യങ്ങളാണ് നിങ്ങൾ കേട്ടത്. അൻസുമാലമു ബിഉമൂരി ദുനിയാക്കും,
ദുനിയാവിന്റെ കാര്യം നിങ്ങൾക്ക് തന്നെയാണ് അറിയാം. അഥവാ റസൂലുള്ളാഹി വഹയിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ അതിലൊരിക്കലും പിഴവ് വരാതെ അത് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല, ഓരോ കാലഘട്ടത്തിലും വിജ്ഞാനത്തിന്റെ താക്കോല് കൊണ്ട് ആളുകൾ അതിങ്ങനെ കാര്യങ്ങൾ തുറന്നു മുന്നോട്ട് പോകുമോ? ഒരിക്കലും ഖുർആനിലെ ഒരു അബദ്ധം കണ്ടെത്തിയതിന്റെ പേരിൽ ലോകത്ത് കഴുവ് പോരേണ്ടി വന്ന അല്ലെങ്കിൽ കഴുത്തിൽ കയറ് മുറുകേണ്ടി വന്ന ഒരാളുണ്ടായിട്ടില്ല, അല്ലെ? ഇൻക്വിസിഷൻ കോടതി മുറികളിൽ ഗലീലിയോയും ബ്രൂണോയും ചോദ്യം ചെയ്യപ്പെട്ടു. എന്താ? ബൈബിളിലെ പരാമർശങ്ങൾക്ക് വിരുദ്ധമായ പല കാര്യങ്ങളും ശാസ്ത്രീയമായ കാര്യങ്ങൾ കണ്ടപ്പോൾ ഇൻക്വിസിഷൻ കോടതി മുറിയിൽ നിന്ന് താൻ കണ്ടെത്തിയ കണ്ടെത്തൽ പിൻവലിച്ച് ഗലീലിയോ ആ കോർട്ടിന്റെ പടിയിറങ്ങി പോകുമ്പോൾ ചരിത്രം തനിക്ക് മാപ്പ് തരില്ലെന്ന് തിരിച്ചറിഞ്ഞ് അദ്ദേഹം തിരിച്ചെത്തി വീണ്ടും തന്റെ കണ്ടെത്തലോകത്തോട് പ്രഖ്യാപിച്ച് അദ്ദേഹം മരണത്തിന്റെ ആ കുരുക്കിൽ അദ്ദേഹത്തിന്റെ ജീവിതം അവസാനിപ്പിച്ചു. എന്നാൽ വിശുദ്ധ ഖുർആനിന്റെ പഠനങ്ങൾ ഖുർആനെ ആ ഒരു താക്കോല് കൊണ്ട് തുറക്കുമ്പോൾ കൂടുതൽ ഉന്നതമായ കാര്യങ്ങൾ ഉണ്ടായിട്ടേ ഉള്ളൂ. വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹ, സൂര്യൻ അതിന്റെ ഭ്രമണപഥത്തിൽ സഞ്ചരിക്കുന്നു എന്ന പ്രയോഗം അത് കാലങ്ങൾ കഴിയുമ്പോൾ കൂടുതൽ വ്യക്തമാവുകയല്ലാതെ ഒരിക്കൽ പോലും ആ ഒരു പ്രയോഗത്തിന്റെ പേരിൽ മുസ്ലിങ്ങൾക്ക് തലതാഴ്ത്തേണ്ടി വന്നിട്ടില്ല. ഒരു ഇസ്ലാമിക പ്രബോധകനും ഉത്തരം കിട്ടാതെ ബുദ്ധിമുട്ടേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ല. നോക്ക് നിങ്ങൾ, പരലോകത്തൊരു വിചാരണ ഉണ്ടെന്നുള്ള കാര്യം, മനുഷ്യന്റെ മൊത്തം കർമ്മങ്ങൾ രേഖപ്പെടുത്തപ്പെടുന്നുള്ള കാര്യം 500 കൊല്ലം പറഞ്ഞാൽ മനസ്സിലാകുന്നതിലേറെ ഇന്ന് മനസ്സിലാകും. ഒരു പെൻഡ്രൈവിലോ ഒരു USB-യിലോ ഒക്കെ ഭംഗിയായി ശേഖരിക്കാൻ പറ്റും. ഓഡിയോ പാക്കുകൾ അവിടെ കൗണ്ടറിൽ വിൽക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ ഓഡിയോ പാക്ക് ഇത്ര വലുപ്പേ ഉള്ളൂ. അതിൽ 10,000-കണക്കിന് MB നിലനിൽക്കുന്ന 100-കണക്കിന് പ്രഭാഷണങ്ങളുണ്ട്. എങ്കിൽ 60 വയസ്സായ ഒരു മനുഷ്യന്റെ കാര്യം അത് ക്രമീകരിക്കാൻ റബ്ബിന് പറ്റുന്ന നമ്മുടെ ചെറിയ ബുദ്ധി കൊണ്ട് സമർത്ഥിക്കാൻ പറ്റും. എന്താ കാരണം? എന്താ? പിതാവിന്റെയും മാതാവിന്റെയും ശാരീരിക ബന്ധത്തിൽ നിന്ന് ശ്രവിക്കപ്പെട്ട അന്ന് ആദ്യം അണ്ഡവും പിന്നെ ബീജവും പിന്നെ മാറി ഭ്രൂണമായി സിക്താണ്ഡമായി അണ്ടാശയക്കുഴലിലൂടെ അണ്ടവാഹിനിക്കുഴലിലെ ഇന്ദ്രബിന്ദുവായി യാത്ര ആരംഭിച്ച മനുഷ്യൻ അത് കേവലം വയസ്സിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവനാണ് അവനെങ്കിൽ അവന് രണ്ടാമത് ഉണ്ടാക്കാൻ കഴിയുമെന്നത് പിന്നീട് കൂടുതൽ ബോധ്യപ്പെടേണ്ടതില്ല. മൂന്നാമത്തെ കാര്യത്തിലേക്ക് ഞാൻ പോകുന്നു. അബദ്ധങ്ങൾ ഒട്ടും ഈ ഗ്രന്ഥത്തിലില്ല. ഭാഷയിലാണെങ്കിലും ചരിത്രത്തിലാണെങ്കിലും എന്തിലാണെങ്കിലും നോക്കൂ നിങ്ങൾ. തേനീച്ചയെ കുറിച്ച് പറഞ്ഞപ്പോ ബൗഹാറപ്പുക്ക ഇലന്നഹലി അനിത്തഹദി മിനൽ ജിബാലി ബയൂതൻ വമിനൽ ശജരി വമിമ്മ യഈശൂൻ. എന്താ? ബൗഹാറപ്പുക്ക, നിന്റെ രക്ഷിതാവ് സന്ദേശം നൽകിയിരിക്കുന്നു. ഇലന്നഹലി, തേനീച്ചയ്ക്ക്, അനിത്തഹദി, നീ സ്വീകരിക്കണം. മിനൽ ജിബാലി ബയൂത, പർവ്വതങ്ങളിൽ നിന്ന് വീടുകൾ സ്വീകരിക്കണം. വമിനൽ ശജരി, മരങ്ങളിൽ നിന്ന് സ്വീകരിക്കണം. വമിമ്മ യഈശൂൻ, മനുഷ്യർ പണിതുണ്ടാക്കുന്നതിൽ നിന്നും സ്വീകരിക്കണം. റബ്ബർ തോട്ടത്തിന് നിങ്ങളുണ്ടാക്കിയ പെട്ടിന്മേ തേനീച്ച വന്നിരിക്കുന്നത് ഈ ഓർഡർ അനുസരിച്ചാണ്. മനുഷ്യൻ കെട്ടിയുണ്ടാക്കിയതിന് പോയിരുന്നോ എന്ന് പറഞ്ഞതാ. ഇവിടെ അനിത്തഹദി, വീടുണ്ടാക്കുന്ന കാര്യം പറഞ്ഞപ്പോ നീ അത് സ്വീകരിച്ചോ എന്ന് പറഞ്ഞു. പെൺതേനീച്ചയാണ് ഇത് ചെയ്യുന്നത്. പ്രവാചക തിരുമേനി തേനീച്ചയുടെ പിന്നാലെ നടന്ന് ലിംഗനിർണയം നടത്തി പറഞ്ഞതല്ല ഇത്. മറിച്ച് തേനീച്ചക്കാരാണോ ദിവ്യദർശനം നൽകിയത്, അല്ലെങ്കിൽ ഉപദേശം നൽകിയത്, വഹയി നൽകിയത്? ആ വഹയി നൽകിയവൻ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ വിഷയം പറഞ്ഞുകൊടുത്തു എന്ന് ഈ വിഷയത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്റെ 4ാമത്തെ പോയിന്റ് വെല്ലുവിളിയാണ് വിശുദ്ധ ഖുർആനിന്റെ വെല്ലുവിളി. അതാണ് ഖുർആൻ ദൈവികമാണ് എന്നതിന്റെ 4ാമത്തെ തെളിവ്. ആകാശത്തുനിന്ന് മഴ പെയ്യുമ്പോൾ ഉപരിയിലുള്ള റബ്ബ്, ആ പ്രപഞ്ചാതീതനായ പടച്ച തമ്പുരാൻ ജിബ്രീൽ അലൈഹിസ്സലാമെ വിളിക്കുകയും ചരിത്രത്തിലുടനീളം കടന്നുവന്ന പ്രവാചകന്മാർക്ക് നൽകിയ ആ സന്ദേശത്തിന്റെ തുടർച്ചയായി വിശുദ്ധ ഖുർആൻ നൽകുകയും ചെയ്തു. ഹിറാ ഗുഹയിൽ അങ്ങനത്തെ ഒരു സംഗമം ഉണ്ടായിട്ടുണ്ട് എന്നതിന്റെ 4ാമത്തെ തെളിവ് ഖുർആന്റെ വെല്ലുവിളിയാണ്. വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ, നമ്മുടെ അടിമയ്ക്ക് അവതരിപ്പിക്കപ്പെട്ട കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ സൂറത്തിൻ മിൻ മിസ്ലി, തുല്യമായ ഒരു അധ്യായമെങ്കിലും നിങ്ങൾ കൊണ്ടുവരുന്നാണ്. നോക്കിങ്ങള്, ഈ വെല്ലുവിളി ഖുർആൻ നടത്തുന്നത് ആരോടാ? പഠിക്കണം നമ്മൾ. ഈ വെല്ലുവിളി നടത്തുന്നത് കേരളത്തിലെ മലയാളികളോടല്ല, അവർക്കത് ബാധകമാണ്. പക്ഷേ ഈ വെല്ലുവിളി അവതരിക്കുന്നത് ലോകത്തെ അറബി ഭാഷയിലെ ഏറ്റവും വലിയ ഗവേഷകർ ജീവിക്കുന്ന, ഏറ്റവും വലിയ ആളുകൾ ജീവിക്കുന്ന കാലത്താണ്. ഉംറുൽ ഖൈസി, അയാൾ ചിലപ്പോ മറാത്തിലെ അയാളുടെ
കാമുകിയെ തേടിയുള്ള യാത്രക്കിടയിൽ പാടിയ വരികൾക്ക് അതിന്റെ സൗന്ദര്യത്തെയും അതിന്റെ വർണ്ണനയെയും ലോകത്തെ യൂണിവേഴ്സിറ്റികൾ ഗവേഷണ വിഷയമാക്കിയിട്ടിരിക്കുന്നു. അതിനുവേണ്ടി മാത്രം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു. അത് ഒരുപാട് ആളുകളുടെ റിസർച്ച് മാറ്ററായി മാറുന്നു. അല്ലേ? അത്ര ശക്തരായ അറബികൾക്ക് മുന്നിലാണ് ഈ വെല്ലുവിളി വന്നത്. എന്താ? ഖുർആനിലെ ഏറ്റവും വലിയ അധ്യായം സൂറത്തുൽ കൗസർ. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. അത്രയേ ഉള്ളൂ. തുല്യമായി ഇത് കൊണ്ടുവരപ്പെട്ടിട്ടില്ല. എന്തേ? നോക്ക് നിങ്ങൾ, പ്രവാചകനെ ഇല്ലാക്കാൻ എന്തൊക്കെ അടവുകൾ അവരെടുത്തു. മോഹന വാഗ്ദാനങ്ങൾ നൽകി, സമ്പത്ത് നൽകാമെന്ന് പറഞ്ഞു, സ്ത്രീ ശരീരം കൊടുക്കാമെന്ന് പറഞ്ഞു, ഉപരോധങ്ങൾ ഏർപ്പെടുത്തി, തിന്നാൻ കിട്ടാതെ പച്ചിലകൾ കഴിച്ച് ജീവിക്കേണ്ട സാഹചര്യം തിരുനേരിക്ക് വന്നു. അപമാനപ്പെടുത്തി മൂലക്കയരുത്താൻ നോക്കി. ഐഷ ബീവി പ്രവാചകൻ വയോവൃദ്ധനായതുകൊണ്ട് മറ്റൊരാളുടെ കൂടെ ഒളിച്ചോടിപ്പോയി എന്ന കള്ളക്കഥകൾ പ്രചരിപ്പിച്ചു. മാനസികമായി വേദനിച്ചു. അല്ലേ? ഇതൊക്കെ അനുഭവിച്ചു. അവസാനം ഹിജ്റയുടെ മൈഗ്രേഷന്റെ വേദനകളും ഹൃദയത്തിലേക്ക് മക്കേ ഞാൻ പോവുകയാണ്, പോകാൻ ഇഷ്ടമുണ്ടായിട്ടില്ല, നീ എന്നെ തിരിച്ചു വിളിക്കുന്ന ഒരു നാളിൽ ഞാൻ തിരിച്ചെത്തുമെന്ന വൈകാരിക വാചകം പറഞ്ഞ് യസ്രിബ് പട്ടണത്തിലേക്ക് പോകേണ്ടി വന്നു. ഒക്കെ ചെയ്തു. അവസാനം ഒരു കൂട്ടം യുദ്ധഭൂമികളിൽ പ്രിയപ്പെട്ടവരെ നേരിടേണ്ടി വന്നു. ഞാൻ പറയുന്നു, അറബികൾക്ക് ഇതിന്റെ ഒന്നും കാര്യമുണ്ടായിരുന്നില്ല. അവർക്കൊരൊറ്റ സൂറത്ത് കൊണ്ടുവന്നാൽ മതിയായിരുന്നു. പക്ഷേ കഴിയില്ല, മനുഷ്യരെ കഴിയില്ല. കാരണം കണ്ണും കാതും കിഡ്നിയും പടച്ചവനാരാണോ, മനുഷ്യ ശരീരത്തിലെ 180 ലിറ്റർ ബ്ലഡിനെ ശുദ്ധീകരിക്കുന്ന കിഡ്നി പടച്ചവനാരാണോ, മനുഷ്യ മസ്തിഷ്കത്തിന്റെ അത്ഭുതങ്ങൾ പടച്ചവനാരാണോ, ആ സൃഷ്ടികർത്താവിന്റെ വെല്ലുവിളിയാണിത്. അതുകൊണ്ട് ഇതിന് ഉത്തരം പറയാൻ ലോകത്ത് ഒരാൾക്കും സാധ്യമല്ല. ലോകത്തെ പ്രസിദ്ധമായ കഥകൾ, ലോകത്തെ കവിതകൾ, പെയിന്റിങ്ങുകൾ എല്ലാത്തിനും ഡ്യൂപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. സാംസങ് ഫോൺ വന്നാൽ സാംസങ്ങിന്റെ അക്ഷരങ്ങളിൽ പോലും വ്യത്യാസമില്ലാതെ, ഓപ്ഷനിൽ പോലും വ്യത്യാസമില്ലാതെ അതേ ഫോണ് മാർക്കറ്റിൽ നിന്ന്, ചൈന മാർക്കറ്റിൽ നിന്ന് അതിലേറെ ചെറിയ വിലക്ക് കിട്ടുന്നു. ഡ്യൂപ്ലിക്കേറ്റുകൾ വില്ലന്മാരാകുന്ന ഷേക്സ്പിയറിന്റെ നോവലുകളും കഥകളും അദ്ദേഹത്തിന്റെ നാടകങ്ങളും പോലും അദ്ദേഹമല്ല രചിച്ചത് എന്ന് വിമർശനം ലോകത്ത് വന്നിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നു, നിരക്ഷരനായ ഒരു മനുഷ്യൻ, അനാഥനായി കഴിയേണ്ടി വന്ന ഒരു മനുഷ്യൻ, തനിക്ക് ജീവിക്കാൻ വേണ്ടി ഉക്കാവയിലും ഹിജാസിലുമൊക്കെ ഈത്തപ്പനപ്പട്ടകൾ കൊണ്ട് അടഞ്ഞുണ്ടാക്കിയ തൊട്ടത്തലയിലേക്ക് കാരക്ക വേണോ കാരക്ക എന്ന് ചോദിച്ച് ഫുട്പാത്ത് കച്ചവടം നടത്തേണ്ടി വന്നൊരു മനുഷ്യൻ, ഒരിക്കൽ പോലും തന്റെ പേര് കൊണ്ട് എഴുതിയിട്ടില്ലാത്ത മനുഷ്യൻ ലോകത്തോട് സംസാരിച്ച ഈ ഗ്രന്ഥത്തിന് എന്തുകൊണ്ട് മറുപടി പറയാൻ ലോകത്താർക്കും പറ്റുന്നില്ല എന്ന ചോദ്യത്തിന് എന്റെ അന്വേഷണത്തിന്റെ പുതിയ വാതായനങ്ങൾ തുറന്ന് ഈ സദസ്സിലും ഈ പാർക്കിലും ഈ പരിസരത്തും വീട്ടിലുമൊക്കെ ഇരുന്ന് എന്നെ കേൾക്കുന്ന അമുസ്ലിം സുഹൃത്തുക്കളെ, നിങ്ങൾ അത്തരമൊരു ചിന്തയ്ക്ക് എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് ഞാൻ പറയുന്നു, മുസ്ലിങ്ങളുടെ മരണക്കട്ടിലിനരികിൽ ഓതാനുള്ള ഗ്രന്ഥമല്ല ഇത്. മറിച്ച് വിപ്ലവങ്ങളുടെ പടപ്പാട്ട് ലോകത്ത് പാടിയ, പസഫിക് സമുദ്രത്തിന്റെ തീരത്ത് മത്സ്യം പിടിക്കാൻ മാത്രം പഠിച്ച യൂറോപ്പിനെ ഗോളശാസ്ത്രജ്ഞനും ഗവേഷകനുമാക്കിയ മഹാഗ്രന്ഥമാണ്. പ്രകാശത്തിന്റെ പ്രഭാതം തേടി എന്ന പേരിൽ പീസ് മീഡിയ സ്കൂൾ പുറത്തിറക്കിയ ഡോക്യുമെന്ററി ഞാൻ നിങ്ങൾക്ക് റഫറൻസായി തരികയാണ്. നോക്കൂ നിങ്ങൾ, ഒരു പരീക്ഷാർത്ഥിക്ക് അവന്റെ പരീക്ഷയ്ക്ക് ശേഷം അവസാനം എഴുതാൻ പറ്റുമോ, എന്റെ മാത്സിന്റെ ടീച്ചറെ ഇതിൽ വല്ല തെറ്റുകളുമുണ്ടെങ്കിൽ കണ്ടെത്താൻ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു എന്ന് പറയാനൊക്കുമോ? ലോകത്തെ ഏറ്റവും പ്രഗത്ഭനായ ഒരു ഡ്രൈവർക്ക് എന്റെ ഡ്രൈവിംഗിൽ ഒരു അബദ്ധവും പറ്റുകയില്ലെന്ന് പറയാനൊക്കുമോ? ലോകത്തിന് എനർജിയുടെ മന്ത്രം പറഞ്ഞുകൊടുത്ത ഐൻസ്റ്റീന് എനിക്കൊരിക്കലും തെറ്റുപറ്റുകയില്ലെന്ന് പറയാനൊക്കുമോ? ഇല്ലെങ്കിൽ നിരക്ഷരനായ ഒരു മനുഷ്യൻ ലോകത്തോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, വല്ല തെറ്റുകളുമുണ്ടെങ്കിൽ കൊണ്ടുവന്നു തരൂ, കാണിച്ചു തരൂ എന്ന് വിശുദ്ധ ഖുർആൻ ചോദിച്ചു. അത് സയൻസ് ആകട്ടെ, അത് ഭാഷയാകട്ടെ, അത് ചരിത്രമാകട്ടെ, ഏതാകട്ടെ സാധ്യമല്ല എന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇനി അഞ്ചാമത്തെ കാര്യം ഞാൻ പറയുന്നു, ചരിത്രപരമായ കൃത്യത. ചരിത്രത്തിലെ ഒരു ഗ്രന്ഥം പോലും രചിക്കപ്പെടാത്ത കാലഘട്ടത്തിൽ, ചരിത്രത്തിലെ ഒരു ഗ്രന്ഥം പോലും വിരചിതമാകാത്ത കാലഘട്ടത്തിൽ, ലോകം മുഴുവൻ ഇരുട്ടിൽ കഴിയുന്ന കാലഘട്ടത്തിൽ നിരക്ഷരനായ മനുഷ്യർ ജീവിച്ച നാട്ടിൽ ഒരിക്കൽ പോലും ഈജിപ്ത് ദേശം കണ്ടിട്ടില്ലാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫറോവ എന്ന് ഈജിപ്തിൽ ഭരണാധികാരിയെ വിളിക്കുന്നു. അദ്ദേഹത്തിന്റെ ചുണ്ടിലൂടെ ലോകം കേട്ട ഗ്രന്ഥത്തിൽ എപ്പോഴാണ് ഫറോവ ഭരണകൂടമുണ്ടായി? BC 1000 മുതൽ 1500 വരെയുള്ള കാലഘട്ടത്തിൽ മൂസ അലൈഹിസ്സലാമയുടെ
കാലഘട്ടത്തിലുണ്ടായ ഭരണാധികാരിക്ക് കൊടുത്ത പേരായിരുന്നു അത്. എങ്കിൽ നിങ്ങൾ നോക്കൂ, യൂസുഫ് അലൈഹിസ്സലാമയും ഇത് ഈജിപ്തിലുണ്ടായത്. ആ ഈജിപ്തിലെ ഭരണാധികാരിക്ക് മലിക്ക് രാജാവിനെ പ്രയോഗിച്ചതുള്ളൂ. എന്താ കാരണം? യൂസുഫ് അലൈഹിസ്സലാമയുടെ കാലഘട്ടം ഈ BC 1500 ശേഷമാണ്. BC 1500 ശേഷം ഭരിച്ച ഭരണാധികാരിക്ക് മലിക്ക് എന്ന് വിളിച്ചതാരാ? അള്ളാഹുവാണ് വിളിച്ചത്. അതുകൊണ്ട് ഖുർആൻ ദൈവികമാണെന്ന് ഇതിൽ നിന്നും നമുക്ക് കൃത്യമായി മനസ്സിലാകുന്നു. ആറാമത്തെ ഒരു പോയിന്റോട് കൂടെ അവസാനിപ്പിക്കുന്നു. അതെന്താ? ഖുർആന്റെ പ്രവചനങ്ങൾ. വിശുദ്ധ ഖുർആന്റെ പ്രവചനങ്ങൾ ഒന്നും പഴച്ചിട്ടില്ല. മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് എന്നതുപോലത്തെ പ്രവചനമല്ല, കൃത്യം കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള പ്രവചന. എന്താ? ഒരിക്കലും വിജയിക്കുകയില്ല എന്ന് പൂർണ്ണമായും ബുദ്ധിയല്ലേ? എന്താ? പാകിസ്ഥാൻ അമേരിക്കയെ തോൽപ്പിക്കും, പാകിസ്ഥാൻ അമേരിക്കയെ പക്കാ പരാജയപ്പെടുത്തും. അതെങ്കിൽ അതിലേറെ ദരിദ്ര രാഷ്ട്രമായ ആഫ്രിക്കയിലെ ദരിദ്രർ ജീവിക്കുന്ന ഒരു നാട് മനസ്സിൽ കണ്ടോളൂ. ആ മനസ്സ് അമേരിക്കയെ തോൽപ്പിക്കും, റഷ്യയെ തകർക്കുമെന്ന് ഒരാൾ പറഞ്ഞാൽ ഭ്രാന്താണ് എന്ന് എല്ലാവരും പറയും. അതുകൊണ്ട് തന്നെ മക്കയിലെ കലയിൽ നിന്ന് ശുദ്ധീകരണത്തിനോട് ആളുകൾ വെച്ചുവെച്ചു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. ഒലിബത്തിൽ റോം ഈ അതിൽ നിർമ്മി റോം ദേശം അവര് പേർഷ്യയെ തകർക്കുമെന്ന ഖുർആന്റെ പ്രവചനം വന്നു. എങ്കിൽ എന്തെങ്കിലും ഏതെങ്കിലും കാലത്തല്ല ബിൽഅസിനീൻ. എന്താ ബിൽഅസിനീൻ എന്ന് പറഞ്ഞാൽ 10 വർഷത്തിന്റെ താഴെയുള്ള 1 മുതൽ 9 വരെയുള്ള വർഷങ്ങളെ സൂചിപ്പിക്കാനാണ് ബില എന്ന് വിശുദ്ധ ഖുർആൻ പ്രയോഗിക്കുക. ആ ഒരു വിജയം എല്ലാവർക്കും കാണേണ്ടി വന്നു. ഖന്തക്കിലെ കിടങ്ങു കുഴിക്കുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പാറയിൽ തല്ലി, ആരും പൊട്ടിച്ചാൽ പൊട്ടാത്ത പാറയിൽ തല്ലി പ്രവാചകൻ എന്ന് പറഞ്ഞിരുന്നു. അല്ലാഹു അക്ബർ. ഷാം ദേശത്തിന്റെ സിറിയയുടെ അവിടുത്തെ താക്കോൽ കൂട്ടങ്ങൾ എനിക്ക് കേൾപ്പിക്കപ്പെട്ടിരിക്കുന്നു, ഖജനാവുകൾ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഞാനിവിടെ അത് കണ്ടു. മാത്രല്ല അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഞാൻ അവിടുത്തെ ചുമന്ന കൊട്ടാരങ്ങൾ കണ്ടു. എന്റെ ഉമ്മത്തിന്റെ അധികാരപരിധിയിൽ അത് വരുന്നൊരു ദിവസമുണ്ടാകും. പേർഷ്യയുടെ അധികാര സംഗതികൾ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. മദായിൻ ദേശത്തെ കൊട്ടാരങ്ങൾ എനിക്ക് ഈ പാറയിൽ റബ്ബ് പ്രത്യക്ഷപ്പെടുത്തി തന്നു. എനിക്ക് യമൻ ദേശത്തിന്റെ അധികാരത്തിന്റെ ചെങ്കോല് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട്. ഇന്നല്ലാഹ സുബിയലി അൽ അർള ഫറഅയ്തു മശാരിഖൽ അർളി വമഗാരിബഹാ ഫഇന്ന ഉമ്മതി സയബ്ലഗു മുൽകുഹാ മാ സുബിയലി അൽ അർള മിൻഹാ. എന്താ? ഈ സൂര്യനുദിക്കുന്ന ദേശം മുഴുവൻ ഞാൻ കണ്ടു, എനിക്കത് ചുരുട്ടി കാണിച്ചു. എന്റെ അധികാരമെത്താറ ഒരു നാടും അവിടെ ഉണ്ടാവുകയില്ല എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു പ്രവചനവും കൂടി നമുക്ക് കാണാൻ സാധിക്കും. ഖന്തക്കിലെ പ്രവചനങ്ങൾ പൂർണ്ണമായി പുലർന്നുവെങ്കിൽ, ഓരോന്നിനും സ്വഹാബത്ത് സാക്ഷിയായെങ്കിൽ, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കൈകളിൽ കിസ്രയുടെ കിരീടം സമ്മാനമായി കൊണ്ടുവന്നു കൊടുത്തുവെങ്കിൽ, ഓർക്കുക പ്രിയപ്പെട്ടവരെ, ഖുർആന്റെ പ്രവചനങ്ങൾ അത് ചരിത്രത്തിൽ കൃത്യമായി പുലർന്നിട്ടുണ്ട്. ഒന്നുപോലും പുലരാതെ പോയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഓർമ്മിപ്പിക്കുന്നു 6 കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. ഒന്ന്, ഖുർആനിനെ സംരക്ഷിക്കുമെന്നത് പൂർണ്ണമായും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ദൈവികമാണെന്ന അവകാശവാദം അത് ഉദ്ധരിച്ചത് ഖുർആൻ മാത്രമാണ്. 2, വൈരുദ്ധ്യങ്ങളില്ലാത്ത വേദഗ്രന്ഥമാണിത്. 3, വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ചിടത്തോളം അതിൽ ഒരു ചെറിയ അബദ്ധം പോലും ഭാഷാപരമോ ശാസ്ത്രീയമോ അല്ലാത്തതോ ആയ ഒരു ചെറിയ എന്ന ലോകപ്രസിദ്ധനായ ഇസ്ലാമിക പ്രബോധകൻ ഗുജറാത്തിലെ കച്ച് ദേശത്തു നിന്ന് ദക്ഷിണാഫ്രിക്കയിലെ ഡർബനിലെത്തി ആശാരിപ്പണിക്കാരനായി ജീവിക്കുമ്പോൾ ക്രൈസ്തവ മിഷണറിമാര് കയ്യിൽ കൊണ്ടുവന്നു കൊടുത്ത ആ ലഘുലേഖ കണ്ടപ്പോൾ കയ്യിൽ പിടിച്ചു, പൊട്ടിക്കരഞ്ഞു. അതാണ് പ്രവാചക സ്നേഹം. പഠിക്കാൻ പുസ്തകങ്ങളില്ല, അന്വേഷിക്കാൻ ഗ്രന്ഥശാലകളില്ല. പക്ഷേ പഠിച്ചു, അന്വേഷിച്ചു. അവസാനം വത്തിക്കാനിലെ പോപ്പിന് കത്തെഴുതി, ഐ ചലഞ്ചിങ് യു, ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. എന്തിന്? ലോകത്ത് നിങ്ങൾ നിശ്ചയിക്കുന്ന കൺവെൻഷൻ സെന്ററിൽ നിങ്ങൾ അംഗീകരിക്കുന്ന ബൈബിളിന്റെ കോപ്പിയുമായി കൊണ്ടുവന്നാൽ ട്രിനിറ്റി അതൊരിക്കലും ശരിയല്ലെന്ന് തെളിയിക്കാൻ ഞാൻ റെഡിയാണ്. ആരാ പ്രൈമറി വിദ്യാഭ്യാസത്തിന്റെ സമയത്ത് ഉപ്പയുടെ രോഗം കാരണം ആശാരിപ്പണിക്ക് പോകേണ്ടി വന്ന ഒരാള് പഠിച്ചപ്പോൾ ചരിത്രത്തിലുണ്ടായ ഉയർച്ചയായിരുന്നു ഇത്. അഹമ്മദ് ദീദാത്തിന്റെ കരുത്തല്ല, മറിച്ച് ഖുർആനിന്റെ ശക്തിയാണ്. അനീഷോറസ് അഹമ്മദ് ദീദാത്തിന്റെ മുന്നിൽ ഈ ഗ്രന്ഥം കൊടുത്തപ്പോൾ ഉമനീര് തേച്ച് മരിച്ചതിന്റെ ശേഷം വെച്ചിട്ട് പറഞ്ഞു, ദൈവത്തെ വെല്ലുവിളിച്ച് നിങ്ങൾ
ഇറക്കിയ ഗ്രന്ഥത്തിലെ ആദ്യത്തെ വാചകം തന്നെ ദൈവത്തിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് കട്ടെടുത്തതായത് മോശമായിപ്പോയി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണ്. അജയ്യമാണ് ഈ ഗ്രന്ഥം മുസ്ലിങ്ങളെ. അത് നിങ്ങളുടെ രാത്രി ക്ലാസ് കൊണ്ടും മെഴുകുതിരിവട്ടത്തിലെ ഗവേഷണം കൊണ്ടുമല്ല മുസ്ലിങ്ങളെ. അത് നിങ്ങളുടെ മസിൽ പവർ കൊണ്ടല്ല, അധികാരികളുടെ കയ്യിൽ ക്യാഷ് ഉണ്ടായതുകൊണ്ടല്ല, ആദ്യത്തെ 10 സമ്പന്നരിൽ മുസ്ലിങ്ങൾ ഉണ്ടായതുകൊണ്ടല്ല. ജിബ്രീൽ എന്ന മലക്ക് കടന്നെത്തി ലോകത്തിന്റെ മുന്നിൽ ഈ മെസ്സേജ് അറിയിച്ചതുകൊണ്ടും പഠിപ്പിച്ചതുകൊണ്ടും അള്ളാഹുവിന്റേതായതുകൊണ്ടുമാണ്. അതുകൊണ്ട് ഓർക്കുക, ഈ പന്തലിൽ നിന്ന് പിരിയുമ്പോൾ ഇനിയെങ്കിലും ഹൃദയത്തിലേക്ക് ഖുർആൻ ചേർത്ത് വെച്ച് പഠിക്കുക, പാരായണം ചെയ്യുക, പറയുക. ഉറക്കെ അറിയാത്തവരോട്, ലോകത്തോട് ഈ മഹാഗ്രന്ഥം പറയുക. അത്ഭുതങ്ങളുടെ അക്ഷയഗനി വീട്ടിലെ ഷെൽഫിൽ ഒളിപ്പിച്ചു വെച്ചിട്ട് കൂലിയും വേലയും ജോലയുമായി പോകുന്നവരെ, ലോകത്തോട് ഇത് പറയാൻ വീടുകൾ കയറാൻ നേരമില്ലാത്തവരെ, നിങ്ങളെ ഓർത്തി, നമ്മളെ ഓർത്തി, എന്നെ ഓർത്തി നമുക്ക് ലജ്ജിക്കുകയും സ്വയം തിരുത്തുകയും ചെയ്യാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ പരിശുദ്ധ സ്വർഗത്തെ അവൻ നമുക്ക് നൽകുമാറാകട്ടെ. ഈ ഗ്രന്ഥത്തിന്റെ പ്രചാരകരായി, സംരക്ഷകരായി നിലനിൽക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.